So good evening everybody. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഇനി ഞാൻ പഠിച്ചാൽ എനിക്ക് കീമിൽ ഏറ്റവും മികച്ചൊരു റാങ്കിൽ എത്തുവാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. എൻ്റെ ആൻസർ ഉറപ്പായും അത് സാധിക്കും, പ്രൊവൈഡഡ് വിത്ത് സം കണ്ടീഷൻസ്. ഇനിയുള്ള ഓരോ ദിവസവും കൃത്യതയോടെ ഉപയോഗിക്കുന്നവർക്ക് ആ നേട്ടം കൊയ്തെടുക്കാം. എന്താണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? കേരള എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയ എൻ്റെ സ്റ്റുഡന്റ് ഡെറിക് അത് നേടിയതിനു ശേഷം മലയാള മനോരമ ന്യൂസ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം, ക്വസ്റ്റ്യനെയർ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഹോബി? സിനിമ കാണൽ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഉത്തരം അദ്ദേഹം കൊടുത്തത് ഇങ്ങനെയായിരുന്നു: +1 +2 പഠനകാലത്ത് +1-ൽ എൻ്റെ ഇഷ്ട കഥാപാത്രമായ ഷാരൂഖ് ഖാന്റെ ഒരു സിനിമ ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി 4 ദിവസം എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ സിനിമ കാഴ്ച എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് സമയം കൊടുത്തില്ല. അദ്ദേഹം മാറ്റിവെച്ചു. ആ മാറ്റിവെക്കലാണ് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തിയത്. അപ്പോൾ എന്നെ കാണുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും പ്രസക്തമായിട്ട് നിങ്ങളുടെ സമയം ആര് വിനിയോഗിക്കുന്നുവോ അവരുടെ കയ്യിൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഉപയോഗം അത് ഇതേപോലെയുള്ള ഫിസിക്സ് ക്ലാസ്സസ് മനോഹരമായിട്ട് കാണുവാനും കേൾക്കുവാനും വേണ്ടി വിനിയോഗിക്കുന്നതിനപ്പുറം ഇനിയുള്ള 10 ദിവസം നിങ്ങൾ അച്ചടക്കത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ, സമയം വിനിയോഗിക്കുകയാണെങ്കിൽ, ഉറപ്പിക്കാം ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. So we can go with our topic, physics revision. ഞാൻ സാംസൺ എസ് കഴിഞ്ഞ 20 വർഷത്തെ എക്സ്പീരിയൻസുമായി നിങ്ങളുടെ മുന്നിൽ. മെഡിക്കൽ എഞ്ചിനീയറിംഗിൽ കീമിന് 1ാം റാങ്കും അതോടൊപ്പം നീറ്റിൽ 10ാം റാങ്കും നേടിയ വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച പരിചയ സമ്പത്തുമായിട്ട് നിങ്ങളുടെ മുന്നിൽ. കഴിഞ്ഞ ദിവസം ഡേ 1-ൽ നമ്മൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ള 3 ടോപ്പിക്കുകൾ റിവൈസ് ചെയ്തു. അതിന്റെ പ്രധാനപ്പെട്ട പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തതിന് ശേഷം we can go with today's topic, laws of motion and work power energy. Look, യൂണിറ്റ്സ് ഓൺ മെഷർമെന്റില് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 കോൺസെപ്റ്റ്സുകളെ കുറിച്ചാണ് വ്യക്തതയോടെ നമ്മൾ പഠിച്ചത്. പാരലാക്സ് മെത്തേഡ്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള സിമ്പിൾ റിലേഷൻ ബേസ് ചെയ്ത്, അതോടൊപ്പം ഹൗ വി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഡിഗ്രി ഇൻടു റേഡിയൻ, അല്ലെങ്കിൽ മിനിറ്റ് ഇൻടു റേഡിയൻ, സെക്കൻഡ് ഇൻടു റേഡിയൻ. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് അത് നോക്കിയിരിക്കണേ. ഡൈമെൻഷൻസ് ഓഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, പല ക്വാണ്ടിറ്റികളും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു എക്സ്ട്രാ ഫോർമുല പറഞ്ഞു തന്നത് മറന്നു പോകരുത്. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന റിലേഷൻ in memory, that m2 should be equal to n1 into m1 by m2 raised to a into l1 by l2 raised to b into t1 by t2 raised to c. That is a very important one. Then we move with the least count of instruments, especially the screw gauge and the vernier calipers. Screw gauge, keep in mind the pitch division by the number of circular scale divisions. And for vernier caliper, we said it is equal to least count, or we said the vernier constant is equal to 1 main scale division minus 1 vernier scale division. Error analysis, it is the very important one. അവിടെ മനോഹരമായിട്ടുള്ള 2 നിയമവശങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു. ഓർക്കുക, ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വന്ന കാര്യം, how we can calculate the error when the addition or the subtraction process is there. And keep in mind,
In addition or subtraction, each absolute errors are added together. That is the very, very important concept. And the second one, what happened in multiplication and division? And keep in mind, there we have to add each fractional errors. So we can go with the next chapter. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത 3 ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ ഒന്ന് റിവൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. So our motion in a straight line, the average velocity, there we said the two important concepts. If the equal separation travels with the velocity v1 and the next half with v2, we get the average velocity is equal to as 2v1 v2 division by v1 plus v2. That is important. അതോടൊപ്പം നമ്മൾ പറഞ്ഞു equal time with the velocity v1 and the another equal time with v2. That is nothing but equal to come on, just memorize v1 plus v2 by 2. ഇനി ഡിഫറൻസിയേഷൻ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന കോൺസെപ്റ്റ്സുകളാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിഫറൻഷ്യൽ ഓഫ് ടൈം ആയിട്ട് നമ്മൾ പറഞ്ഞു. Acceleration എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ keep in mind the very important concept. There we said that is equal to dv by dt, and in terms of distance we said that is equal to acceleration is dv by dx into v. That is the very important another aspect. അതോടൊപ്പം ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ ഓർക്കണേ, സപ്പോസ് ആക്സലറേഷൻ ആണ് നമ്മുടെ മുന്നിലുള്ള ഒരു ആസ്പെക്ട് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർക്കുക, സേ ദാറ്റ് ഈസ് dv by dt. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ വെലോസിറ്റിയിലേക്ക് നമ്മൾ വരും? ഓർക്കണം, വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു a into dt. So from that we can find the concept there. From acceleration velocityയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. ഗ്രാഫിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വളരെ വ്യക്തതയോടെ NCERT ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം കർവുകളും വെലോസിറ്റി ടൈം കർവും ആക്സലറേഷൻ ടൈം കർവും വ്യക്തതയോടെ ഒരു ചാർട്ട് ഉണ്ടാക്കി വെക്കുക. അതോടൊപ്പം 2 ആസ്പെക്ട്സുകൾ നിങ്ങൾ മെമ്മറൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? യെസ്, there should be one question. If you take area, which parameter will give? And if you just take the slope, then what it gives? ഈ 2 ക്വസ്റ്റ്യനുകൾ എപ്പോഴും ഗ്രാഫ് വരുമ്പോൾ ചോദിക്കണം. ഇറ്റ് വിൽ നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. Then the kinematic relations, ഒരു എക്സ്ട്രാ കൈനമാറ്റിക് റിലേഷൻ ഉൾപ്പെടെ 5 എണ്ണം നിങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം തന്നു. So be careful. Then the motion under gravity, വളരെ വ്യക്തതയോടെ നമ്മൾ ചില പ്രോബ്ലംസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഡേ 1-ലെ 3ാമത്തെ ടോപ്പിക്, the 2-dimensional motion, the nature of physical quantities, that vector addition, multiplication, water river problem, oblique projection, centripetal, and that uniform circular motion. നമ്മുടെ മനസ്സിൽ ഏറ്റവും കൃത്യതയോടെ application of vectors, especially relative velocity, both river problems, അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടാകണം. oblique projection കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള 3 ടേമുകൾ മറന്നു പോകരുതേ. that the time period 2u sin theta division by g, that range it becomes u square sin 2 theta division by g, and the maximum height that h take the value as u square sin square theta division by 2g. അതോടൊപ്പം തന്നെ ഓബ്ലിക് പ്രൊജക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മനോഹരമായിട്ടുള്ള ഇക്വേഷൻസ് ഒരു കാരണവശാലും മറന്നു പോകരുതേ. Acceleration, centripetal acceleration. There is a question. Who contributes that centripetal acceleration? And who contribute that tangential acceleration? Arnu bogaradu, conceptual questions are waiting. And keep in mind, the change in velocity direction, that will contribute centripetal acceleration. And the change in speed, and that will contribute that centripetal the tangential acceleration. The uniform circular motion. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് നമ്മുടെ സർക്കുലർ മോഷനും
2D-യുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഡേ 2-ലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ വെൽക്കം എവരിബഡി. അപ്പോൾ ഒരല്പം കഴിഞ്ഞ് ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. അഗെയിൻ എൻ്റെ പേര് സാംസൺ എന്നാണ്, ഫിസിക്സ് അധ്യാപകനാണ്. സോ പ്ലീസ്, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഇറ്റ്. ആൻഡ് ഓൾസോ ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ കോവിഡ് പാൻഡമിക്കിൽ ഒത്തിരി അധികം ആസ്പിരൻസിന് കോച്ചിങ്ങിന്റെ അഭാവം ഒത്തിരി അഫക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമെന്ന് നിങ്ങൾക്കും എനിക്കും വ്യക്തതയോടെ അറിയാം. That's the reason why I am taking this challenge. നിങ്ങളുടെ മുന്നിലേക്ക് എനിക്കറിയാവുന്നുള്ളത് ഷെയർ ചെയ്യുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്ലീസ് ഷെയർ ദിസ് ചാനൽ, ദിസ് information to your friends also. So please subscribe it. So we can go with the laws of motion analysis, the 2016 3 questions, 2017 4, 2019 4, and the 2024 question. And again we can wait the 4 question for 2021. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-12 വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ അതിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് ചെയ്തു പോകാം. അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ആ കൺസെപ്റ്റ്സുകൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കാം. മൊമെന്റം ഫോഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, വേരിയബിൾ മാസ് സിസ്റ്റം, ദ സ്പ്രിംഗ് force, string force, elevator problem, the banking of curved rods, and the friction. എഴുതി വെക്കുക ഈ 7 പോയിന്റ്. 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇതിലൊരു 1-2 റാങ്കുകൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്ട്രിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അടുത്ത് ചോദിച്ചിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത് നമ്മളുടെ സ്പ്രിംഗ് ഫോഴ്സ് ആയിരിക്കും. മൂന്നാമത്തത് എലിവേറ്റർ ആയിരിക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കോൺസെപ്റ്റ്സുകളിലേക്ക്. സോ കീപ് ഇൻ മൈൻഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സ്ട്രിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് സിസ്റ്റംസ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ടഫ്നെസ് ഉള്ളവർ തിയറി നന്നായിട്ട് വായിക്കുവാനും അതിന്റെ പ്രോബ്ലങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങുവാനും ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ഫസ്റ്റ് ആസ്പെക്ട്. Everybody ready? Yes. Answers പെട്ടെന്ന് വേണേ. Good. We are waiting a good question. The based on the momentum force. The question is this one. A body of mass of 5 kilogram under a constant force that is given as Fxi plus Fyj has a velocity at t is equal to 0 and is given t is equal to 0. We can write it to be that is v1. That is equal to 6i minus 2j, and at t is equal to 10, that means we can write it to be as v2, that is equal to plus 6j. What is the force? Come on, try to do it. Come on, try to do it. Yes. നമുക്ക് ഫോഴ്സ് ആണ് വേണ്ടത് അല്ലേ? അപ്പൊ നമ്മുടെ പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അല്ലേ? അപ്പോ മാസ് ഇൻറ്റു ദാറ്റ് ആക്സിലറേഷൻ ഈസ് വാട്ട്? സിംപ്ലി വി ക്യാൻ സേ ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. സോ അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി. The change in velocity is nothing but equal to, in vector concept we can write it to be as v2 minus v1. So that is equal to as a plus 6j minus of 6i minus 2j. നിങ്ങളെ ആ ഒരു പ്രോബ്ലം വ്യക്തതയോടെ ചെയ്യാൻ ശ്രമിച്ചേ, പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. That is equal to, നമുക്ക് 6j ഒരുമിച്ചെടുക്കാം. So it becomes a 6j minus 6i plus 2j. So that is equal to, we can write it to be as equal to minus 6i plus 8j. So we can easily find that value for force is equal to that mass into, that is a 5 kilogram into
the change in velocity as minus 6i plus 8j, that division by that time. The time is from, time interval is what? From 0 to 10. So 10 minus 0. Yes, 5, 10. It becomes 2. So we can say as minus 3i plus 4j. That is the answer. So keep in mind. So we can say as minus 3i plus 4j. And we can code the answer as the first option. So A as the answer. Good, very good, very good. So we can move with the next one. The second question. Very good, very good. 3 students in a correct answer. Very good, very good. You are on the way. Second question. The variable mass system. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ലുക്ക്, നമ്മൾ സാധാരണ ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്താലേ സാധാരണ രൂപത്തിൽ നമുക്കറിയാം അത് മാസ് ഇൻടു വെലോസിറ്റി ആണ് അല്ലെ. അപ്പൊ ഇവിടെ മാസ് വേരിയബിൾ ആയ സിസ്റ്റം വരുമ്പോഴേ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഫംഗ്ഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ we can say as the first one, m is a constant into dv by dt plus v into dm by dt. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. അപ്പോ മാസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റം വരുന്ന സമയത്ത് നമുക്ക് ഈ ഫംഗ്ഷൻ ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ സാധാരണ മാസ് ഇൻടു ആക്സലറേഷൻ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അല്ല. നോക്കിയേ, നമ്മുടെ റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉൾപ്പെടെ നമുക്ക് ഒത്തിരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആസ്പെക്ട് ആണ്. ഓർമ്മയിരിക്കട്ടെ, a 600 kilogram rocket is set for a vertical fire. If the exhaust speed is 1000 meters per second, the mass of the gas ejected per second to supply the thrust needed to overcome the weight of the rocket is, come on everybody, come on, what is the answer? Come on. So here we have to use it, the variable mass ആണ്. So v into dm by dt, that is the aspect. അപ്പൊ ഇവിടെ പറയുന്നത് the mass of gas ejected per second to supply the thrust needed to overcome the weight, that is aspect. അപ്പൊ നമുക്ക് അവിടെ വേണ്ട ത്രസ്റ്റ് എന്ന് പറയുന്നത് വെയിറ്റിനെ ഓവർകം ചെയ്യുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ നീഡഡ് ആകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് mg ആയിരിക്കണം, വെയിറ്റിനെ ഓവർകം ചെയ്യുന്നതാണ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് v into dm by dt. അതുകൊണ്ട് ഒന്ന് രണ്ട് പേരുടെ ആൻസേഴ്സ് തെറ്റു വന്നു. കമാൺ ക്വിക്ക്. അപ്പൊ നമുക്ക് വേണ്ടത് dm by dt ആണ് അല്ലെ. കമാൺ ക്വിക്ക്. So dm by dt is equal to, that is equal to mg, that division by the velocity. അപ്പൊ പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. കമാൺ ക്വിക്ക്. So the mass is 600 into that gravity as a 10 division by the velocity as a 10 cube, 1000 meters per second. Then come on, 10 cube cancel and we get the value. Come on everybody. Yes, very good, very good. 6 kilogram per second. Very good, very good. So we can say the answer as a C. So C as the answer. So I think you get it, and we can move with the third one. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രിംഗ് ഫോഴ്സ്. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. സാധാരണ ഒരു കേസ് എടുക്കുമ്പോൾ സ്ട്രിംഗ് എന്ന് പറയുന്നത് ആർ സെഡ് ടു ബി മാസ്ലെസ്. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ കീപ് ഇൻ മൈൻഡ് the tension on the string in between the
two junctions is a constant. That is a very, very important aspect. അപ്പൊ ഇവിടുത്തെ പ്രോബ്ലം എങ്ങനെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും അതല്ലാത്ത തരത്തിൽ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്കൊന്ന് വർക്ക്ഔട്ട് ഔട്ട് ആക്കാം, നോക്കാം, ശ്രദ്ധിക്കാം. A light string passing over a smooth light pulley connects two blocks of masses m1 and m2. If the acceleration of the system is g by 8, then the ratio of the masses is, look the very important one. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത്, see, ഒരു pulley system is there, it hangs here with a rigid concept. So നമുക്ക് രണ്ട് masses ഉണ്ടെന്നിരിക്കട്ടെ, നമുക്ക് ഇതിനെ m1 എന്ന് കൺസിഡർ ചെയ്യാം and this one as m2. അപ്പോൾ suppose we can assume it to be that m1 is greater than m2. m1 എന്ന് പറയുന്നത് m2-നേക്കാളും കൂടുതലാണെങ്കിൽ, because of the mass, because of the weight, it will move like this. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആക്സിലറേഷൻ കണ്ടുപിടിക്കുവാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ എത്രയെന്ന് നോക്കുക. That is nothing but equal to m1 minus. ഇവിടെ മുകളിലോട്ടാണ് m2 മൂവ് ചെയ്യുന്നത് അല്ലെ, അവിടെ അവന്റെ വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ എടുക്കുക. We know it is m2g. അപ്പൊ നമ്മൾ ചെയ്തത് m1 ആദ്യം മൂവ് ചെയ്തു, അവന്റെ വെയിറ്റ് കൂടുതലാണ്, സോ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ടുള്ള വെയിറ്റ് കോൺട്രിബ്യൂഷൻ എടുത്തു m1g മൈനസ് രണ്ടാമത് m2 is moving vertically upward, അതിന്റെ വെയിറ്റ് കോൺട്രിബ്യൂഷൻ എടുത്തു m2g by the total mass there m1 plus m2. That is the acceleration. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കും. എന്താ ചെയ്തത്, നമ്മള് വെയിറ്റ് ഹാങ്ങിങ് രണ്ട് ഭാഗത്തുള്ളത് നമ്മൾ എടുത്തു, മൈനസ് ചെയ്തു, ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. അത് ശരിയാണ്, നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. മറ്റു ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയും നിങ്ങൾക്ക് കിട്ടും. നോക്കൂ, നമുക്ക് m1 എന്ന് പറയുന്ന ബോഡിയെ നമുക്ക് എടുക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന m1g വെയിറ്റ് താഴോട്ടാണെന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ മുകളിലോട്ട് നമുക്ക് ടെൻഷൻ അറിയാം. ഈ പുള്ളി മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങി ഈ ഒരു സ്ട്രിങ് ഇവിടെ വരെ വരുന്നത് കൊണ്ട് തന്നെ അവന്റെ ഏത് പാർട്ട് എടുത്താലും ദ ടെൻഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം സ്ട്രിങ് എന്ന് പറയുന്നത് ഹാവ് ടു കൺസിഡർ ആസ് മാസ്ലെസ് അൺലെസ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ്. പറഞ്ഞിട്ടില്ല എങ്കിൽ അവന് മാസ്ലെസ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അത് ബേസ് ചെയ്തിട്ട് സപ്പോസ് ഇവൻ താഴോട്ട് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ബോഡി m1-ന് നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതിയാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും വെയിറ്റ് മൈനസ് മേപ്പോട്ട് ആരുണ്ട്, നമ്മുടെ ടെൻഷൻ ഉണ്ട് അല്ലെ, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു m1 into a. അതേപോലെ if you just write the equation of motion for second object, എങ്ങനെയാണ് സെക്കൻഡ് ഓബ്ജക്ട്സിൽ നമുക്ക് എഴുതുവാൻ പറ്റുക? സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ ബോഡി മുകളിലോട്ടാണ് മൂവ് ചെയ്യുന്നത് with the same acceleration. അങ്ങനെ വരുമ്പോൾ അവിടെ അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് യെസ് കൂടുതലായിരിക്കണം ദാൻ വെയിറ്റ്. അപ്പോ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? t മൈനസ് m2g എന്ന് പറയുന്നത് ആരുടെ മോഷൻ ആണ് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? അത് രണ്ടും ഒരേ ആക്സിലറേഷൻ അല്ലല്ലേ മൂവ് ചെയ്യൂ. നമ്മുടെ റിലേഷൻ ആയി കഴിഞ്ഞു. ഇത് രണ്ടും തമ്മിലൊന്ന് ആഡ് ചെയ്തേ, എന്താ സംഭവിക്കുന്നേ നോക്കിയേ. m1g മൈനസ് t മൈനസ് m2g അല്ലെ, t ക്യാൻസൽ ആയി. നമുക്ക് എന്ത് കിട്ടി? m1g മൈനസ് m2g ഈക്വൽ ടു, ഈ രണ്ടും കൂടെ ആഡ് ചെയ്തേ, അത് m1 പ്ലസ് m2 ഇൻറ്റു നമുക്ക് വേണ്ട ആക്സിലറേഷൻ അല്ലേ അവിടെ കിട്ടിയിരിക്കുക. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ കിട്ടിയത് തന്നെ നമുക്ക് കിട്ടി അല്ലെ, m1 മൈനസ് m2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 ഇൻറ്റു t. മറന്നു പോകണ്ട ആ റിലേഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുകയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്ന് പറയുന്നത് g/8 എന്നാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസർ പെട്ടെന്ന് വരാമല്ലോ. പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ കുഞ്ഞുങ്ങളെ. Come on, quick. Come on, quick. Yes, very good, very good, very good. You are on the way. Good, good, very good.
TG cancel ആയി. ഒന്ന് ക്രോസ് ചെയ്തേ. M1 plus M2 that should be equal to 8M1 minus 8M1 minus, so we can say is equal to 8M2. നമുക്ക് ഈ മൈനസ് ഉള്ള ഇതിനെ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാലേ 9M2 എന്ന് പറയുന്നത് we can write to be equal to M1 right hand സൈഡിലേക്ക് വരുമ്പോൾ 8M1 minus M1 it becomes 7M1 ആയിട്ട് മാറി അല്ലേ. And our aim is to find what is M1 by M2. That should be equal to M1 by M2 is equal to 9 by 7. So നിങ്ങളെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന്റെ മെത്തേഡ് നന്നായിട്ട് എടുക്കുക. ഇനി നീഡഡ് ആണെങ്കിൽ ഇത് ആ ചാനലിൽ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ഓർക്കണേ. കുഞ്ഞുങ്ങളെ ഈ ചാനലിൽ തന്നെ കീമുമായിട്ട് ബന്ധപ്പെട്ട 2017 മുതൽ 2020 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യൻസും അതോടൊപ്പം 30 ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് സോൾവഡ് ആണ്. നിങ്ങൾക്കത് സഫീഷ്യന്റ് ആയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഈ കീമിന് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതോടൊപ്പം ഏത് എൻട്രൻസിനും സഹായിക്കുന്ന ക്വിക്ക് റിവിഷൻ വീഡിയോസ് എല്ലാ ചാപ്റ്ററിന്റെയും ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. സോ അത് യൂസ് ചെയ്യുക. കിട്ടുന്ന സമയം അതിലൂടെ വളരെ ഗുഡായിട്ടുള്ള പോയിന്റ്സ്, കണ്ടന്റ് ഗ്യാരണ്ടി ആണ്. സോ അത് കൃത്യതയോടെ സമയം കിട്ടുമ്പോൾ അത് നോക്കുവാനും. സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം ഈ ഒരു ഇവന്റ് നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്യാൻ മടിക്കരുത്. സോ ഈ പറഞ്ഞ ഒരു പോയിന്റ് ഏതൊക്കെ, ടെൻഷൻ എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ബേസ് ചെയ്തിട്ട് കോൺസ്റ്റന്റ് ആണ് ഇഫ് ഇറ്റ് ഈസ് മാസ്ലെസ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മുടെ പുള്ളി സിസ്റ്റത്തിന്റെ കൺസെപ്റ്റ്സ് വന്നു. ഇനി ഈ ആക്സിലറേഷൻ അറിയാന്നുള്ളതുകൊണ്ട് ടെൻഷനിലേക്കൊക്കെ വരാൻ ഇതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ആ കാര്യവും മറന്നു പോകണ്ട. അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും സ്ട്രിംഗ് ഫോഴ്സ് ആണ്. വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. നോക്കൂ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നവര് പെട്ടെന്നാവട്ടെ. നോക്കൂ, 3 identical blocks of mass m equal to 2 kilogram are drawn by a force equal to 10.2 Newton with an acceleration of 0.6 meter per second square on a frictionless surface. Then what is the tension in the string between the blocks B and Z? നിങ്ങൾക്ക് വേണ്ടി അപ്പൊ നമുക്ക് ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിനെ T1 എന്ന് കൺസിഡർ, ഇവിടത്തെ ടെൻഷനെ T2 എന്ന് കൺസിഡർ ചെയ്യാം. കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം. എന്താണ് T1, എന്താണ് T2? ശ്രദ്ധിച്ചിരുന്നോണേ. യെസ്, T1 എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കമ്പോണന്റ് ഏതെന്ന് നോക്കാം. ചിലപ്പോഴൊക്കെ അത് ഇൻക്ലൈൻഡ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കൺസെപ്റ്റ് കൃത്യതയോടെ എടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പൊ ഇവിടുത്തെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫോഴ്സ് ഏതാണ്? എഫ് ആണ് അല്ലെ? യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴ് T1ന്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന് നോക്കുക. യെസ്. എന്നിട്ട് ആ T1 കണ്ടുപിടിക്കേണ്ട ആ സ്ട്രിങ്ങില് ബേസ് ചെയ്തിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യാത്ത ഡയറക്ഷനിലുള്ള മാസ് ഏതെന്ന് എടുക്കുക. എന്താണോ എംസ് ഡിവിഷൻ ടോട്ടൽ മാസ് എടുക്കുക. മാസ് ഓഫ് MC പ്ലസ് ഇവിടെ B ഉണ്ട്, പിന്നെ ആരും ഉണ്ട്, A ഉണ്ട്, ഇൻറ്റു ദ ടോട്ടൽ ഫോഴ്സ് F. ഇതാണ് ടെൻഷൻ ആക്ട്സ് ഇൻ ബിറ്റ്വീൻ T1. അങ്ങനെയാണെങ്കിൽ T2 എങ്ങനെ കണ്ടുപിടിക്കും? ആ ഒരു വഴിയൂടെ നിങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സിലാക്കി. എങ്ങനെയാണ് T2 കണ്ടുപിടിക്കുന്നത്? അത് എക്കും ബിക്കും ഇടയ്ക്ക അല്ലെ? അപ്പൊ നമ്മൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്ന് എടുത്തേ, എന്നിട്ട് അതിന് ഓപ്പോസിറ്റ് ആക്ട് ഉള്ള മാസസ് ഏതൊക്കെയാണ്? ബിയും സിയും. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? മാസ് ഓഫ് ബി പ്ലസ് മാസ് ഓഫ് സി ബൈ വീണ്ടും ദ ടോട്ടൽ മാസസ് എം എ പ്ലസ് എം ബി പ്ലസ് എം സി ഇൻറ്റു ദ ടോട്ടൽ ഫോഴ്സ്. വളരെ കംഫർട്ട് ആയിട്ട് കിട്ടും.
അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് ഒന്ന് മറന്നു പോകരുത് കൃത്യതയോടെ. സോ ദാറ്റ് ഈസ് ദ ആസ്പെക്ട്. അപ്പൊ നമ്മൾ എന്നാ ചെയ്തത്, ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു മാസിനെ വിട്ടിട്ട് അതിനപ്പുറത്തെ മാസ് ഏതെന്ന് എടുത്തു, ദ ഡിവിഷൻ ബൈ ടോട്ടൽ മാസ് എടുത്തു ഇൻടു ടോട്ടൽ ഫോഴ്സ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു, യെസ് T1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്നാവട്ടെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു MC. Two kilogram, അല്ലേ? So that is equal to 2 kilogram division by MC plus MP plus MA. മൂന്ന് ഒരേ masses അല്ലേ? Yes. What is the total mass? So it becomes 6 into the total force as 10.2. That is equal to, come on. It becomes 3. So 10.2, that division by 3. Then what is the answer? Come on. So you get the answer as is equal to 3.4 Newton. So that is a very important one. അപ്പോൾ കുഞ്ഞുങ്ങളെ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ഒരു അഡീഷണൽ ആയിട്ട് ഒരു പോയിന്റ്, ഒരു പ്രോബ്ലം തന്നതാണ്. So we can move with the next one, the spring force. യെസ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ഇത് ആവർത്തിച്ചിട്ടുള്ള കൺസെപ്റ്റാണ്. സാധാരണ രൂപത്തിൽ ഒരു സ്പ്രിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു റിജിഡ് ബൗണ്ടറിയാണ് അതിൽ ആദ്യം വേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു റിജിഡ് ബൗണ്ടറിയാണ്. അവിടെയും നമ്മുടെ ഓർക്കണേ സ്ട്രിങ് എടുത്ത മാതിരി തന്നെ സ്പ്രിങ്ങും സാധാരണ രൂപത്തില് മാസ്ലെസ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ സാധാരണ ഒരു സ്പ്രിംഗ് ബാലൻസ് എടുക്കുമ്പോൾ ഒരു റിജിഡ് ബൗണ്ടറി ഉണ്ടാവും. എന്നിട്ട് അതിൽ ഹാങ് ചെയ്യുന്ന വെയിറ്റ് എന്താണോ അതിന്റെ റീഡിംഗ് ആയിരിക്കും അത് നൽകുന്നത്. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സ്പ്രിങ് എങ്കിൽ അപ്പൊ അതിന്റെ റീഡിംഗ് എന്താണോ, അപ്പൊ ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്. അപ്പൊ ഇവിടെ M ആണെങ്കിൽ ആ M കിലോഗ്രാം ആയിരിക്കും ഇവിടെ റീഡ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു റിജിഡ് ബൗണ്ടറി ഉണ്ടാവും. ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഹൂക്സ് നിയമപ്രകാരം ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ് there. അതായിരിക്കും അവിടെ മെഷർ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ ലൈറ്റ് സ്പ്രിംഗ് ബാലൻസ് hangs from the hook of the other light spring balance, and a block of mass M kilogram hangs from the former one. Then the true statement about the scale reading is, that is we need to find it. So come on, give the answer everybody. പെട്ടെന്നാവട്ടെ, come on. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് ഇതാണ്. അടുത്ത ഒരു സ്പ്രിങ് കൂടെ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ബോക്സ്, നമ്മുടെ ആ ബ്ലോക്ക് ഇവന് കൊടുക്കുന്ന ഒരു എക്സ്റ്റൻഷൻ, ഈ സ്പ്രിങ് എന്ന് പറയുന്നത് മാസ്ലെസ് ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആക്ട് ചെയ്യുന്ന എന്താണോ മാസ് ഉള്ളത് അതായിരിക്കും ഈ രണ്ടാമത്തെ സ്പ്രിങ്ങിന് കൊടുക്കുന്ന എക്സ്റ്റൻഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓർക്കുക, ഈ രണ്ട് സ്പ്രിങ്ങിലും ഒരേ റീഡിംഗ് ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടന്റ് വൺ.
and hence we can take A as the answer. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്. കീപ് ഇൻ മൈൻഡ്. വീണ്ടും ക്ലിയർ ആണോ കുഞ്ഞുങ്ങളെ? ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തിരിക്കുക. നമ്പർ 6. A spring balance is attached to the ceiling of a lift. A man hangs his bag on the spring and the spring reads 49 Newton when the lift is stationary. If the lift moves downward with an acceleration of 5 meters per second square, the reading of the spring balance will be. Come on, write it out. പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. See, look, സ്റ്റേഷനറി നമ്മുടെ 3 വളരെ പ്രധാനപ്പെട്ട കേസസ് നമുക്കറിയാം. ഒന്ന്, ലിഫ്റ്റ് സ്റ്റേഷനറി ആയിരിക്കുമ്പോഴോ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോഴോ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഇറ്റ് ആൾവൈസ് റീഡ് ദ വെയിറ്റ് എൻജുവലി. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയും. രണ്ടാമത്തെ ആസ്പെക്ട് നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഇഫ് ദാറ്റ് എലിവേറ്റർ ഈസ് മൂവിങ് അപ്വേർഡ് ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അവന്റെ വെയിറ്റ് ആഡപ്പ് ചെയ്യുന്നു എന്നൊരു ആസ്പെക്ട് മറന്നു പോകരുത്. അതേപോലെ ഇഫ് ദ ലിഫ്റ്റ് ഈസ് മൂവിങ് വെർട്ടിക്കലി ഡൗൺവേർഡ് വി ഹാവ് ടു സേ ദാറ്റ് വെയിറ്റ് ഡിക്രീസസ്. ഈ 3 ആസ്പെക്ട് മറക്കരുത്. So that is the apparent weight field. അപ്പൊ അതാണ് ഒരു സ്പ്രിംഗ് ബാലൻസ് ഒരു ലിഫ്റ്റിൽ ഇരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. A spring balance is attached to the ceiling of a lift. A man hangs his bag on the spring and the spring reads 49 when the lift is stationary. അപ്പൊ സ്റ്റേഷനറി വരുമ്പോൾ അത് മെഷർ ചെയ്യുന്നത് വെയിറ്റ് അല്ലേ? ആ വെയിറ്റ് ആണ് നമുക്ക് 49 ന്യൂട്ടൺ ആയിട്ട് പറയാം. എങ്കിൽ ഇഫ് ദ ലിഫ്റ്റ് മൂവ്സ് ഡൗൺവേർഡ് വിത്ത് an acceleration of 5, അപ്പൊ ഡൗൺവേർഡ് വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് വെയിറ്റ് ഡിക്രീസസ്. Then the reading is what? That is we need to find. That is m into that g minus a. That is we need to find it. So that is equal to, ആദ്യം നമുക്ക് m കണ്ടുപിടിക്കണം അല്ലേ? നോക്കി, ഇവിടെ 49 ന്യൂട്ടൺ ഉണ്ടല്ലോ. നമുക്ക് m is equal to 49, that division by that g we can take as 9.8 is equal to that 5 kilogram. Then we get വളരെ easy ആയി that if 5 into g as 9.8 minus that a, what is the value for acceleration as 5? So that is equal to that 5 into, we get the value as 4.8 equal to, yes, very good, very good. Yes, 24 Newton. We get the answer as first choice as A. Very good, very good. Yes, we can move with the 7th question. You are waiting a very good question now. വളരെ important ആണ്. Banking of curved rod, circular motionന്റെ ഏറ്റവും important ആയ ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ്. A car moves at a speed of 20 meters per second on a banked track
and describe an arc of a circle of radius 40√3 meter. What is the angle of banking? That is we need to find it. നിങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ നമ്മൾ ഒരു റോഡിൽ ഇവിടത്തെ ഒരു പ്രത്യേകത പറയുന്നത് ബാങ്ക്ഡ് റോഡാണ്. എന്താണ് ബാങ്ക്ഡ് റോഡിന്റെ പ്രത്യേകത? That means that outer road is raised with respect to the inner one. അവിടെ നമുക്ക് ഈ തീറ്റയെ നമുക്ക് വിളിക്കാം that angle of banking. Angle of banking. Yes, very good, very good. നോക്കിയേ, ആ ഒരു ഇക്വേഷന്റെ വരവ് നമുക്കൊന്ന് സെൻസ് ചെയ്യാം. നമ്മുടെ വെഹിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൽ ആക്ട് ചെയ്യപ്പെടുന്ന forces എന്ന് പറയുന്നത് we feel that weight mg is acting vertically downward, that normal reaction is acting perpendicular to the surfaces in contact. We need one force in order to give the centripetal force. അവിടെ ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ് എടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണേ, ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പറഞ്ഞിട്ടില്ല എങ്കിൽ we have to neglect it. The reason is this one. It is insufficient to give the necessary centripetal force. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നോർമൽ റിയാക്ഷനെ നമുക്ക് രണ്ട് കമ്പോണന്റുകളായിട്ട് മുറിക്കാം. And this become theta, the angle of banking, and this component is n cos theta, and this component become n sin theta. And keep in mind, this is the radius, and that n sin theta is acting along the radius towards the center, and that will provide the centripetal force. And we can write easily as m into v square by r, that take the value as is equal to n sin theta, and that weight mg, that is given by the weight there, the vertical component. Yes, that is n cos theta, and we can just divide it. Mm cancel, and we get as v square division by rg, that is equal to sin theta by cos theta. We can write it to be tan theta, and this is the very important relation. ഇനി മെമ്മറിയിൽ വെക്കാൻ വേണ്ടി ഒരു പോയിന്റ് കൂടെ പറയാം. ഇപ്പൊ ഇവിടെ ഫ്രിക്ഷൻ ഉണ്ടെന്നിരിക്കട്ടെ, അതുകൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ വി സ്ക്വയർ ഡിവിഷൻ ബൈ ആർ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കീപ് ഇൻ മൈൻഡ് tan theta plus mu, that division by 1 minus mu tan theta. NCERT ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആസ്പെക്ട്സുകളാണ് മറന്നു പോകരുത്. ഫ്രിക്ഷൻ സീറോ ആകുമ്പോൾ ഈ ആസ്പെക്ട്സിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ tan theta take the value as is equal to v square velocity 20 square 20 square, that division by that radius as 40√3, that much into that 10. 40 into 10, 400 cancel. We get the value as 1 by √3, and we feel that theta take the value as is equal to exactly 3rd degree. That means the D option, that is the answer. Yes, very good, very good, good. So we can move to the next one. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മുടെ മൂവ്മെന്റ് ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് ഇൻക്ലൈൻഡ് പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചില ആസ്പെക്ട്സുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രാവശ്യം പല എൻട്രൻസിനും ചോദിച്ചിട്ടുള്ള കീമിൽ അതെങ്ങനെ വരുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നോക്കൂ, ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് നമുക്കറിയാം. ഒരു ബ്ലോക്ക് ഇരിക്കുന്ന സമയത്ത് അതിന്റെ മോഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ വെയിറ്റ് W ഈസ് ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്. അതിനെ രണ്ട് കമ്പോണന്റുകളായിട്ട് നമുക്ക് മുറിക്കാം. ഇത് തീറ്റയായിട്ട് മാറുന്നു. സോ ദിസ് കമ്പോണന്റ് ഈസ് ദാറ്റ് mg sin theta, and this component is nothing but equal to mg cos theta. അപ്പോ അവിടുത്തെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഓപ്പോസിറ്റ് ടു ദ വെയിറ്റ് കമ്പോണന്റ്. And keep in mind, even കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് പോകുന്നതെങ്കിൽ mg sin thetaയും നമ്മളുടെ ഫ്രിക്ഷനും ഈക്വൽ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ അവനൊരു ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അങ്ങനെയാണെങ്കിൽ mg sin theta should be greater than friction. അവിടുത്തെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്?
എപ്പോഴും നമുക്കറിയാം mu ടൈംസ് ഓഫ് റിയാക്ഷൻ ആണ്. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം n എന്ന് പറയുന്നത് കൗണ്ടർ ചെയ്യുന്നത് ഇവിടെ എന്താണാവോ mt cos theta ആണ്. സോ വി ക്യാൻ റൈറ്റ് ടു ബി mu mt cos theta. അങ്ങനെയാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മറന്നു പോകരുത്. ദാറ്റ് F is equal to mt sin theta minus mu mt cos theta. വളരെ പ്രധാനം. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ അലോങ് ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്താണ്? m ക്യാൻസൽ ചെയ്തു പോയാൽ we can easily say g sin theta minus mu g cos theta. വളരെ പ്രധാനപ്പെട്ട ആസ്പെക്റ്റ് ആണ്. കമ്പാരിറ്റീവ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് വരാം. ഈ ഫ്രിക്ഷൻ ഇല്ലാത്ത സിറ്റുവേഷൻ വന്നാൽ അവിടുത്തെ ആക്സിലറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം. വാട്ട് ഈസ് ദാറ്റ്? യെസ്, ദ വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ്. അങ്ങനെയാണെങ്കിൽ we can move with the next one. Next question ലേക്ക് പോവാം. Number 7. Look. A given object takes n times more time to slide down a 45-degree rough inclined plane as it takes to slide down a perfectly smooth 45-degree incline. The coefficient of friction between the object and the incline is. അപ്പൊ ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, the time taken in the rough case എന്ന് പറയുന്നത് n times of the time taken in smooth. അപ്പൊ നമ്മള് സാധാരണ രൂപത്തില് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത മാതിരി അവന്റെ ലെങ്ത് s ആണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഒരു ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് ഫ്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അവൻ റെസ്റ്റിലാണ് ഇനിഷ്യലി എങ്കിൽ ഇതുവരെ എടുക്കുന്ന സമയവുമായിട്ടുള്ള സിമ്പിളായ റിലേഷൻ നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലെ. ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആ സർഫസ് ഫ്രിക്ഷൻ ഉണ്ടോ ഇല്ലയോ ബേസ് ചെയ്തിട്ട് വ്യത്യാസപ്പെടും. ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ് അല്ലെ. സോ എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ ടി സ്ക്വയർ എന്ന് പറയുന്നത് 2s ഡിവിഷൻ ബൈ എ ആയിട്ട് എടുക്കാം. അപ്പൊ ടൈം എന്ന് പറയുന്നത് the time taken by the body to come down എന്ന് പറയുന്നത് root of 2s division by a. സിമ്പിൾ ആയി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ റഫ് സർഫസിൽ നമുക്ക് എങ്ങനെ എഴുതുവാൻ പറ്റും? that t is root of 2s division by what is a? a എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയാം, റഫ് സർഫസ് വരുമ്പോ നമ്മള് ജസ്റ്റ് മുന്നിലത്തെ സൈഡിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? g sin theta minus mu g cos theta ആണ്. It should be equal to n times of smooth. സ്മൂത്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, വെയിറ്റിന്റെ കോൺട്രിബ്യൂഷൻ മാത്രമേ വരൂ അല്ലെ, g sin theta. ഇനി ഈ റൂട്ടിനകത്ത് റൂട്ട് 2s ഒക്കെ അങ്ങ് കളയാം, g അങ്ങോട്ട് ക്യാൻസൽ ആക്കി കളയാം. അതോടൊപ്പം മറന്നു പോകരുത്, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി, 45 ഡിഗ്രിയാണ് അവിടുത്തെ ആംഗിൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. cos 45 sin 45 ഒക്കെ സെയിം അല്ലേ. അപ്പൊ വളരെ ഈസി ആയി നമുക്ക് എങ്ങനെ എഴുതാം? 1 by root of sin 45 cos 45 റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 1 മൈനസ് mu എന്ന് പറയുന്നത് യെസ് n ആയിട്ട് നമുക്ക് കിട്ടി. ആൻസർ ആയി കഴിഞ്ഞു. നമുക്ക് mu വേണം, ഒന്ന് സ്ക്വയർ ചെയ്തേ. 1 by 1 minus mu എന്ന് പറയുന്നത് n സ്ക്വയർ ആയി. So we can write that 1 minus mu, take the value as 1 by n square. Therefore, we need to find what is the value for mu. That is 1 minus 1 by n square. That is the answer. Yes, ഒന്ന് രണ്ട് കുട്ടികൾക്ക് ആൻസറിൽ ചെറിയ തെറ്റ് വന്നിട്ടുണ്ട്. So keep in mind. So you get the answer as is equal to the second choice, B as the answer. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. സോ കീപ് ഇൻ മൈൻഡ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ബിഫോർ ദാറ്റ് ഡിയർ വൺ, നമ്മുടെ ഡേ 3 ടുമോറോ ഈവനിങ് എക്സാക്ട്ലി 6:30 നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്സുമായിട്ടായിരിക്കും SS ഫിസിക്സ് ക്ലാസ്സസ് നിങ്ങളുടെ മുന്നിൽ വരിക. ദാറ്റ് ഈസ്
റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. കഴിഞ്ഞ വർഷവും 5 ക്വസ്റ്റ്യൻസ് നമ്മുടെ റൊട്ടേഷണൽ മോഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിയറിയൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളായിരിക്കും നിങ്ങളുടെ മുന്നിൽ SS ഫിസിക്സ് ക്ലാസ്സസ് നൽകുക. അതോടൊപ്പം കുഞ്ഞുങ്ങളെ, ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു ദിസ് യുവർ ഫ്രണ്ട്സ് ടു. കാരണം ഈ പാൻഡമിക്കിൽ പല കുട്ടികൾക്കും കോച്ചിങ് കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ഇറ്റ് ബിക്കംസ് റിയലി ഹെൽപ്ഫുൾ. അതോടൊപ്പം മറക്കണ്ട, ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട റിവിഷൻ, ക്വിക്ക് റിവിഷൻ വീഡിയോസ് ഉണ്ട്. അതോടൊപ്പം 100 പോയിന്റുകൾ, ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകൾ. ട്രസ്റ്റ് ചെയ്യാം, 72 കീമിലെ ക്വസ്റ്റ്യനുകളിൽ 50+ കോൺസെപ്റ്റ്സുകളും അതിൽ നിന്ന് തന്നെയായിരിക്കും, നോ ഡൗട്ട് അറ്റ് ആൾ. അതോടൊപ്പം നമ്മുടെ ഏതാണ്ട് ഒരു 10 ഇയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് ഈ ചാനലിൽ ലഭ്യമാണ്. സോ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കീമിന് ഏറ്റവും മികച്ച റിസൾട്ടിലേക്ക് എത്തിക്കുവാൻ കഴിയും. So we can move with the next concept, our work power energy. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് ആദ്യം അനലൈസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, കണ്ടോ, 2018 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. The last year it is 4. So നമുക്ക് roughly we can say minimum we can wait 4 questions for 2021. So that is the aspect there. So we can just move with the important aspects with that work power energy. Look, yes, the first one, the work-based problems. നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് വർക്ക് വരുമ്പോൾ പല ആസ്പെക്ട്സുകളിലൂടെ ഒന്ന്, the application of that F dot S formula, that is we know that is equal to Fs cos theta. And the next very important one is nothing but how we can find that work by using that integration method, that is F dx. That is very important. And also that third very important point is how we can find that work by using the area. That is a very, very, very important aspect. Then kinetic energy might relate to formulas. There is a correlation with our kinematic relations also. Stopping distance ulpade നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദെൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമുക്ക് ആസ്പെക്ട്സിൽ ഉപയോഗിക്കേണ്ട ഒരു ഇത് ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് വർക്ക് എനർജി തിയറം. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ദ വർക്ക് ഡൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസിന് തുല്യമായിരിക്കും. It is the very, very important aspect. And then the power, the equation for power, the power is nothing but equal to the work by time. We can write to be F dot V. അത് വളരെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ആണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ മറന്നു പോകരുതേ. Then the potential energy of a spring system, അത് ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. Then the most important one, we can wait minimum 1 question. എല്ലാ എക്സാമിനും കൊളിഷൻ റിലേറ്റഡ് ആയിട്ട്, അത് സ്പെഷ്യൽ ആയിട്ട് തന്നെ നമ്മുടെ ഇലാസ്റ്റിക് കൊളിഷനും ഇൻഇലാസ്റ്റിക് കൊളിഷനും അതിന്റെ റിലേഷൻസും എല്ലാം ഏറ്റവും കൃത്യതയോടെ തിയറി പാർട്ടിൽ ശ്രദ്ധിക്കുക. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. ലുക്ക്, യെസ്, ഇപ്പോ ഒരാൾ ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ്, എല്ലാ ചാപ്റ്ററിനും ഇതുപോലെ ക്ലാസ് എടുക്കുവാൻ കഴിയുന്നു? ഉറപ്പായിട്ടും, യു ഡോണ്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഓഗസ്റ്റ് 4-ാം തീയതി വരെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ വരെയുള്ള സപ്പോർട്ട് SS ഫിസിക്സ് ക്ലാസ്സിൽ നിന്ന് നൽകും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജം എന്ന് പറയുന്നത് ഇതാണ്. ലോക്ക്ഡൗൺ ആണ്, പല കുട്ടികൾക്കും അപ്രോച്ചബിൾ അല്ല, പലർക്കും ഈ കോച്ചിങ് വളരെ വിഷമകരമാണെന്നറിയാം. അപ്പോഴാണ് എനിക്ക് മനസ്സിൽ അങ്ങനെ തോന്നിയത് നിങ്ങളെ സഹായിക്കാം, കുറച്ച് പേരുടെ ആവശ്യം കൂടെ കണക്കിലെടുത്താണ്. സോ നന്നായിട്ട് ഉപയോഗിക്കുക ഈ ഒരു സിറ്റുവേഷൻ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കീമിന് ഏറ്റവും മികച്ച റാങ്ക് കിട്ടാൻ ഈ ചാനൽ നിങ്ങളെ സഹായിക്കും. സോ പ്ലീസ് ഷെയർ ദിസ് വൺ ടു യുവർ
friends. Thank you. Thank you. നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ആണ്. Maybe we can say one of the application of our dot product also. If a force F is there, that F is given as is equal to I minus 2j minus 4k, and acting on a particle displaces it from 111 to 2 minus 10, then the work done by the force is. So നമുക്ക് ഇവിടെ ഫസ്റ്റ് പൊസിഷൻ ആയിട്ട് പറയുന്നത് 1 1 1 ആണ്. The second position ആയിട്ട് പറയുന്നത് it is given as 2 minus 10. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പൊസിഷൻ വെക്ടർ എഴുതണം. ഫസ്റ്റ് പൊസിഷൻ വെക്ടർ നമ്മൾ IJK ഫോമിലേക്ക് എഴുതുമ്പോൾ ഇത് XYZ ആയിട്ടാണ് നമുക്കറിയാം. So we can say that XI plus YJ plus ZK എന്നുള്ള ഫോമിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I plus J plus K ആയിട്ട് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ R2 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് we can say as 2I minus J plus 0K. നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. How we can find that displacement? That is equal to R2 minus R1. That is equal to 2I minus I minus J. Yes, minus J. So that is equal to as minus 2J. Then that is equal to 0 minus K minus K. അപ്പോൾ നമുക്കിവിടെ F തന്നിട്ടുണ്ട് അല്ലേ. വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് F ഡോട്ട് X, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്ഡ്. നമുക്കറിയാം ഡോട്ട് പ്രോഡക്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും യൂണിറ്റ് വെക്ടറിലെ I ഡോട്ട് I, J ഡോട്ട് J, K ഡോട്ട് K. അതുകൊണ്ട് തന്നെ നമുക്ക് Fx ആറിന്റെ എക്സ് കമ്പോണന്റ് പ്ലസ് Fy Ry പ്ലസ് Fz Rz. So that is very important. So that is equal to, what is the Fx here? That is 1 into that Rx, that is 1, plus Fy as minus 2 into minus 2 plus minus 4, that is Fz into Rz as minus 1. So that is equal to 1 plus 4 plus 4. 4 plus 4 as 8 plus 1 is equal to 9, and we can call that E as the answer for the problem. A good concept. മറന്നു പോകരുത്, ഈ വർക്ക് ബേസ് ചെയ്തിട്ട് നമ്മുടെ ഏരിയ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫിൽ എങ്ങനെ കണ്ടുപിടിക്കും. അതോടൊപ്പം ഇന്റഗ്രേഷൻ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ആ 3 കേസസ് മറന്നു പോകരുത്. കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Have a lot of applications in other chapters also. Here, a particle is projected at 60 degrees to the horizontal with a kinetic energy K. The kinetic energy at the highest point is projectile motion base ചെയ്തിട്ട് അതിന്റെ ഹയസ്റ്റ് പോയിന്റ് കൺസിഡർ ചെയ്താൽ നോക്കൂ, that is a very important concept here. തീറ്റ ആംഗിളിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് നോക്കണേ, അവിടെ വെലോസിറ്റി ഓഫ് ദ വെർട്ടിക്കൽ എന്ന് പറയുന്നത് 0 ആണ്. അവിടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വെലോസിറ്റി മാത്രമേ ഉള്ളൂ. ആ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഏതെന്നറിയാവോ? കമാൻഡ് സേ. At any point that horizontal velocity is constant in magnitude and direction. What is that? What is the horizontal velocity at the highest point? Keep in mind, it is a u cos theta. മറന്നു പോകരുത്, അവിടുത്തെ വെർട്ടിക്കൽ വെലോസിറ്റി മാത്രമേ 0 ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വരുമ്പോൾ we have to say half m into velocity at the highest point square. That is equal to half m into, what is the velocity at the highest point? U cos theta the whole square.
we can write it to be as a half em into u square cos square theta. That is equal to, what is a half mu square? U എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റിയിലാണ് അവനെ പ്രൊജക്റ്റ് ചെയ്താൽ അവന്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി അല്ലേ ഹാഫ് mu square? So we can say k into cos square. What is the theta here? With respect to horizontal, it is projected at an angle 60 degree. So we can say as k into as a cos 60 square. So that is equal to k into, what is the value of cos 60? 1 by 2 square. So 1 by 4, we get to the value as is equal to k by 4. So we can quote the concept here. It is k by 8. So D is the choice. So we get the answer as D choice for the problem. അതോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ കൺസെപ്റ്റ് കൂടെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണേ. That is a very important concept there. Look, what is the potential energy at the highest point? What is the potential energy? Potential energy വരുമ്പോൾ മറന്നു പോകരുത് mg into അവിടുത്തെ ഹൈറ്റ് h ആയിട്ട് എടുക്കുക. So simple ആയിട്ട് we can say mg into, what is the value of height h? H is nothing but equal to u square sine square theta division by 2g. That is nothing but this height. അവിടുന്ന് നമുക്ക് gg cancel ആയാൽ സിമ്പിൾ ആയിട്ട് പറയാം ഹാഫ് m u square sine square theta. അതെപ്പോഴും പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യത്തിൽ മറന്നു പോകരുതേ. So we can move with the next one. Work energy theorem is a very important one. Star ഇട്ട് വെച്ചേക്കണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. A particle is which is experiencing a force given by F is equal to 3I minus 12 joule J undergoes a displacement D that is given as a 4I plus 0 J. If a particle had a kinetic energy initial of 3 joule at the beginning of the displacement, then what is its kinetic energy at the end of the displacement? അവിടെ എപ്പോഴും ഓർക്കണം work energy theorem. That is nothing but equal to the kinetic energy final minus that kinetic energy initial. So our aim is to find what is the kinetic energy at the final stage. That is equal to work plus that kinetic energy initial. Work is nothing but equal to F dot D plus that kinetic energy initial. Already we know the concept as F dot D is simply, we can say Fx dx plus 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 Fy dy plus 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 Fz dz. So here equal to Fx. Fx is what? 3 into D. Dx is what? 4 plus Fy is what? Minus 12 into 0 plus 0. So that is equal to 12. So that is equal to 12 plus, what is the kinetic energy here? That is 12 plus 3. That is equal to 15 joule. So that is the aspect. Very good, very good. So we get the concept as D. So കുഞ്ഞുങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് കിട്ടാം നോക്കണേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ വന്ന ഒരു ഇൻഫർമേഷൻ, പോലീസ് ഓഫീസറായിട്ട് ഒരു ലേഡി മാറിയപ്പോൾ PSCക്ക് വേണ്ടി പഠിച്ചിരുന്ന മണിക്കൂറുകൾ 20 അത്രയും ഒരു ഹൈ ലെവലിലേക്ക് നമ്മൾ പോയില്ലെങ്കിലും ഒരു 15 മുതൽ 16 മണിക്കൂർ വളരെ കൃത്യതയോടെ ഒരു ഡയറിയിൽ എഴുതി വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ഓർക്കുക, കഴിഞ്ഞ അവസാനത്തെ മോപ്പപ്പ് റൗണ്ടിൽ വന്നപ്പോഴത്തേക്കും 25,000 റാങ്ക് വരുന്നവർക്ക് വരെ ഒരു ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് കിട്ടിയെങ്കിൽ you can, this coming 10 plus days are sufficient to get that one, no doubt at all. Just sufficient to get that much score. ഒരു സംശയമില്ല.
നല്ല റാങ്കിലേക്ക് വരാൻ സഫിഷ്യന്റ് സമയമുണ്ട്. പക്ഷേ അത് ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ആദ്യം സ്ട്രെങ്തൻ ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററുകളിലേക്കും തന്നെ കടന്നു പോകുന്ന തരത്തിൽ ആ 16 മണിക്കൂറിൽ മിനിമം 4 മുതൽ 5 ചാപ്റ്റർ വരെ നമുക്ക് പഠിക്കുവാൻ പറ്റിയാൽ അത് 60-70% ടോപ്പിക്കുകളും ഇനിയും കവർ ചെയ്യാൻ നിങ്ങളുടെ കൈകളിലുണ്ട്. നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന സമയത്തെ വളരെ കൃത്യതയോടെ ആ ആഗ്രഹത്തെ കൃത്യമോടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദിവസമായിരിക്കും ഓഗസ്റ്റ് 5 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കൃത്യതയോടെ നിങ്ങൾ പഠിച്ചുകൊള്ളുക. ലോകം നിങ്ങളോട് കൂടെ, നിങ്ങളുടെ പാരന്റ്സ് നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ നിങ്ങളോടൊപ്പമുണ്ട്. ഏറ്റവും മികച്ച റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആ ആഗ്രഹം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്ന്. അല്ല, ബിഫാം ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഏറ്റവും ഗവൺമെന്റ് ആയിട്ടുള്ള കോളേജിൽ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനം കൂടെ വരുമ്പോൾ ഉറപ്പിക്കാം ഏറ്റവും മികച്ച റാങ്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. നോ ഡൗട്ട് at all. And keep in mind, ആർക്കും ആരുമാകാം. നിങ്ങളുടെ കൃത്യതയോടെ ഹാർഡ് വർക്കിംഗ് നേച്ചർ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് പ്ലാൻഡോടെയുള്ള ഒരു വർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ, ബിലീവ് മൈ വേർഡ്സ്, ഏതാണ്ട് 10,000-കണക്കിന് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച എക്സ്പീരിയൻസിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഇനിയുള്ള 10 ദിവസം വളരെ പവർഫുൾ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഭദ്രമാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. So we can move with the next aspect as number 12, a simple question. പവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, നമുക്ക് നോക്കാം. Under the action of a constant force, a particle is experiencing a constant acceleration. Then the power is. നമ്മുടെ മനോഹരമായിട്ടുള്ള പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്കറിയാം. പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം എന്നാണ്, അല്ലെ? അപ്പൊ work is what? F dot V. So F dot V, that division, F dot X by T. Displacement by time എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് F dot V ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കോൺസ്റ്റന്റ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ എന്താ? നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് M into A എന്നാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനും കോൺസ്റ്റന്റ് എന്നല്ലേ മീനിങ്? ഇവിടെ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ പവർ ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം? വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് വെലോസിറ്റി ബൈ ടൈം അല്ലേ? അപ്പൊ നമുക്ക് വെലോസിറ്റിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് പറയാം? 80 ആയിട്ട് നമുക്ക് പറയാം, അല്ലെ? സോ പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു 80. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണേ, അപ്പൊ പവർ ആർക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ടൈം. അങ്ങനെയാണെങ്കിൽ can you suggest the correct answer is which option? Come on everybody. Yes, very good. Come on. Yes, good, very good. Proportional to time, so increasing uniformly. So we can take a D as the answer. Good. So we can move into the question number 13. A good question is weighting based on spring. A spring with the force constant K is initially stretched by x1. If it is further stretched by x2, then the increase in potential energy is. നിങ്ങളെ നമ്മളെ സാധാരണ നമ്മുടെ ഒരു സ്പ്രിങ്ങിലെ അതിന്റെ നാച്ചുറൽ ലെങ്തിൽ നിന്ന് ഒരു എക്സ്റ്റൻഷൻ എക്സ് ഉണ്ടാകുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം ½ into x² ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് x1 സ്ട്രെച്ചിങ് കൊടുത്തപ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് we can write to be as ½ into xn². എന്നിട്ട് പറയാണ് it is further stretched by x2. അഡീഷണൽ ആണ്. അപ്പൊ ഇവിടെ x1 ഉണ്ടായിരുന്നു, അതിന്റെ കൂട്ടത്തിൽ വീണ്ടും അത് സ്ട്രെച്ച് ചെയ്തു. അപ്പൊ അത് x1 plus x2 ആയി. അപ്പോ അഡീഷണൽ ആയിട്ടാണ് x2 ഉള്ളത്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എങ്ങനെ പറയാം?
half k into x1 plus x2 the whole square. എങ്കിൽ ചോദ്യം എന്താണ്? What is the increase in its potential energy? So that is the concept. അങ്ങനെ വരുമ്പോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനിഷ്യൽ നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ നമുക്ക് ഏത് ഫോർമുലയിലേക്ക് വരാം? ഹാഫ് കെ ഇൻറ്റു x1 plus x2 the whole square minus half k into x1 square അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഹാഫ് കെ എടുക്കാലോ. ഒന്ന് സ്ക്വയർ ചെയ്തേ. x1 square plus x2 square plus 2x1 x2 minus x1 square. x1 square, x1 square cancel. So we can write it to be as is equal to half into k into നമുക്ക് ഈ രണ്ട് ഫംഗ്ഷനിൽ നിന്ന് x2 ഒന്ന് കോമൺ ആയിട്ട് എടുത്തേ. We can write it to be x2 plus x2 plus 2x1. That is important. Yes, you are right. So you get the answer as B. So ഈ പറയുന്ന കൺസെപ്റ്റ്സുകള് കൃത്യതയോടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന നല്ലൊരു ശതമാനം ക്വസ്റ്റ്യന് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ആ ഫിസിക്സിനുള്ളിലെ 100 ഇമ്പോർട്ടന്റ് പോയിന്റ്സ്, അത് ഓരോ ചാപ്റ്ററിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്റ്റഡ് ആണ്. അത് നിങ്ങൾ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇവിടെ വർക്ക് പവർ എനർജിയിലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഓരോ വർഷവും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചോദിക്കുന്ന കേസസ് ആണ് നമ്മുടെ കൊളിഷൻ. അതിൽ ഓർക്കുക, ഇലാസ്റ്റിക് കൊളിഷൻ വരുമ്പോൾ നമ്മുടെ കൈനറ്റിക് എനർജിയും അതോടൊപ്പം മൊമെന്റം കൺസർവേഷൻസ് ആർദ്ദയാണ്. പക്ഷെ ഇൻഇലാസ്റ്റിക് കൊളിഷൻ വരുമ്പോൾ മൊമെന്റം മാത്രമേ കൺസേർവ്ഡ് ആകുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് വൺ. അപ്പോ സാധാരണ രൂപത്തിൽ ഒരേ മാസമുള്ള രണ്ട് ബോഡീസ് ഒരു ഇൻഇലാസ്റ്റിക് കൊളിഷൻ നടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ഇലാസ്റ്റിക് കൊളിഷൻ. അപ്പൊ ഇലാസ്റ്റിക് കൊളിഷൻ ഒരു ഈക്വൽ മാസ് ഉണ്ട്. അപ്പൊ വി വെലോസിറ്റിയിൽ വരുന്നു. അപ്പൊ വന്ന ആള് അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ഏറ്റവും പ്രധാനമായിട്ട് കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻഇലാസ്റ്റിക് കൊളിഷൻ ഇൻ വൺ ഡയമെൻഷൻ. അപ്പൊ അതില് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഈ രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കൊളിഷൻ അവർ ഒരുമിച്ച് മൂവ് ചെയ്യും എന്നുള്ള ഒരു ആസ്പെക്ട് മറക്കരുത്. നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, നോക്കൂ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ബോഡി ഉണ്ട്. അതിന്റെ മാസ് m1 എന്നിരിക്കട്ടെ. പ്രത്യക്ഷത്തിൽ അതിന്റെ വെലോസിറ്റി u1 ആണ്. ഇറ്റ് കൊളൈഡ് വിത്ത് അനദർ മാസ് m2. അവന്റെ വെലോസിറ്റി u2 ആണെങ്കിൽ, ലുക്ക്, ഈ കൊളിഷൻ കഴിഞ്ഞതിന് ശേഷം m1ന്റെ വെലോസിറ്റി v1 ആണെങ്കിൽ m2ന്റെ വെലോസിറ്റി v2 ആണെങ്കിൽ how we can relate? ഇത് വളരെ പ്രധാനപ്പെട്ട റിലേഷൻ. നോക്കൂ, ഈ രണ്ട് റിലേഷൻസും മറന്നു പോകരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇൻഇലാസ്റ്റിക് കൊളിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇയുമായിട്ട് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിലേഷൻസ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോ ഈ രണ്ട് റിലേഷൻസ് ഓർക്കുക. അത് ബേസ് ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കീമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, എ ബോഡി ഓഫ് മാസ് 2m is moving with a velocity v makes head-on elastic collision with another body of mass m which is initially at rest. The loss of kinetic energy of the colliding mass. Oh, ഇവിടെ കൊളൈഡ് ചെയ്യുന്ന 2m മാസിൻ്റെത് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ലോസ് ഇൻ കൈനറ്റിക് എനർജി. ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഇനിഷ്യൽ മൈനസ് വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഫൈനൽ. അപ്പൊ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് v1. നമ്മൾ പറഞ്ഞ കാര്യം ഓർക്കുക. v1 എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം m1 minus m2 division by m1 plus m2 that much into u1 plus 2m2 division by m1 plus m2 that much into u2.
ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ U2-ന്റെ വെലോസിറ്റി 0 ആണ് അല്ലെ ഇനിഷ്യലി. അപ്പൊ U2 0 ആണ്. അപ്പൊ ആ ഒരു ടേം ഉണ്ടാവില്ല. ഇവിടെ ഇനിഷ്യൽ മാസ് എന്ന് പറയുന്നത് 2m ആണ്. 2m മൈനസ് m division by 3m into initial velocity as it is given as is equal to v. അപ്പോൾ v ആണ് നമ്മൾ കൺസിഡർ ചെയ്താൽ, സോ നമുക്ക് ഇങ്ങനെ എഴുതാം, v/3 ആണ് ആഫ്റ്റർ കൊളിഷനിലെ m1ന്റെ വെലോസിറ്റി. ഇനി അടുത്ത കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വേണ്ട കാര്യം, 2m മാസിന്റെ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മതി അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൈനറ്റിക് എനർജി എന്താണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി. അവന്റെ മാസ് എത്രയെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് m ഇൻറ്റു m എന്താണ്? 2m ആണ്. അവന്റെ വെലോസിറ്റി എന്താണ്? v² ആണ്. അങ്ങനെയാണെങ്കിൽ mv² ആയിട്ട് നമുക്ക് കിട്ടിക്കഴിയും. എങ്കിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി ഫൈനൽ? ഹാഫ് ഇൻറ്റു അവന്റെ മാസ് 2m ആണ്. വാട്ട് ഈസ് ദ വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ഫോർ 2m? 2m മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് v1 അല്ലെ. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് v/3 ആണ്, സ്ക്വയർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, m ഇൻറ്റു v² ഡിവിഷൻ ബൈ 9 ആയിട്ട് നമുക്ക് പറയാം. So our aim is to find what is the kinetic energy initial minus kinetic energy final. Kinetic energy initial എന്ന് പറഞ്ഞാൽ m into v² minus that m into v² division by 9. So we can write it to be 9 minus 1, that is 8/9 of its initial kinetic energy. So that is the very important concept. അങ്ങനെ വരുമ്പോൾ which choice we can take? Yes, yes, the answer. It is very important. So dear one, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ 2 ചാപ്റ്ററുകൾ ഇന്ന് അവസാനിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സുകളെല്ലാം നിങ്ങളുടെ കൈകളിലേക്ക് എത്തി. So we can wait for the day 3. It is for rotational motion and also gravitation. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾ തിയറി നന്നായിട്ട് പഠിച്ചതിന് ശേഷം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾ മറന്നു പോകരുത്, പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. ഈ ഒരു പാൻഡമിക്കിൽ ഒത്തിരി കുട്ടികളുടെ ഇടയിലേക്ക് ഈ ചാനൽ എത്തിയാൽ റിയലി ഇറ്റ് വിൽ ഹെൽപ്പ് ഫോർ ദം ടു സ്കോർ ഹൈ റാങ്ക്സ് ഇൻ കീം. ഓർക്കണേ, എൻ്റെ പേര് സാംസൺ SS. ഞാൻ ഒരു ഫിസിക്സ് അധ്യാപകനാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ക്ലാസ്സസ് നടത്തുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നാളെ വീണ്ടും 6:30 കാണാം. നന്നായിട്ട് അതിന്റെ തിയറി പഠിച്ചതിന് ശേഷം വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.